നമസ്കാരം, സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. സംഗീതാസ്വാദകരെ 6 പതിറ്റാണ്ട് തന്റെ സ്വരം കൊണ്ട് പാട്ടിന്റെ നിർവൃതിയിലെ ആവണിത്തന്നലാക്കി മാറ്റിയ പ്രിയ ഗായിക എസ് ജാനകിക്ക് വിട നൽകാനൊരുങ്ങി രാജ്യം. മൈസൂരുവിൽ പ്രത്യേക ഒരുക്കങ്ങൾ നടന്നു. ഇന്നലെ രാത്രി 7:30 അപ്പോളോ BGS ആശുപത്രിയിൽ അന്ത്യശ്വാസം വലിച്ച എസ് ജാനകിയുടെ ഭൗതിക ശരീരം ഇന്ന് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 4 മണി വരെ മൈസൂരിലെ മഹാരാജ് കോളേജ് ഗ്രൗണ്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും. വൈകുന്നേരം 4:30 മൈസൂരിലെ കനിയനഹുണ്ടി ഫാം ഹൌസിലാണ് സംസ്കാരം. മൈസൂരുവിൽ തന്നെ സംസ്കരിക്കണമെന്നായിരുന്നു ജാനകിയുടെ അന്ത്യാഭിലാഷം. ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ സ്വരമാധുര്യം കൊണ്ട് വിസ്മയിപ്പിച്ച മഹാപ്രതിഭയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ ഒട്ടേറെ പ്രമുഖരാണ് എത്തുന്നത്. ആന്ധ്രാപ്രദേശ് സ്വദേശിയായ ജാനകിയമ്മ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങി 20 ഭാഷകളിലായി 40,000-ലേറെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് 4 തവണ ലഭിച്ചു. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ പുരസ്കാരങ്ങളും ഇവരെ തേടിയെത്തി. 2013 രാജ്യം പത്മഭൂഷൺ പ്രഖ്യാപിച്ചെങ്കിലും ദക്ഷിണേന്ത്യൻ കലാകാരന്മാരോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് അവർ അത് നിരസിച്ചിരുന്നു. മലയാളികളുടെ പ്രിയ ഗായിക എസ് ജാനകിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ സമയത്ത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായാണ് അദ്ദേഹം ഇക്കാര്യം പങ്കുവച്ചത്. അത്യന്തം ലാളിത്യമുള്ള വ്യക്തിത്വത്തിനുടമയായിരുന്നു എസ് ജാനകിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈശ്വരന്റെ വരദാനമുള്ളതുകൊണ്ടാണ് അവർക്ക് സംഗീത ലോകത്ത് ഇത്രയും വലിയ ഉയരങ്ങളിലെത്താൻ സാധിച്ചത്. വ്യക്തിപരമായി തനിക്ക് ഏറെ ഇഷ്ടമുള്ള ഗായിക കൂടിയാണ് ജാനകിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശനിയാഴ്ച വൈകിട്ട് 7:30 ഗുരുവായൂരിലെത്തിയ മുഖ്യമന്ത്രി ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ വിശ്രമിച്ച ശേഷമാണ് ക്ഷേത്രദർശനം നടത്തിയത്. ദർശനത്തിനായി ക്ഷേത്രത്തിലേക്ക് നടക്കുന്നതിനിടയിൽ ആരും തന്നെ അനുഗമിക്കരുതെന്ന് പ്രവർത്തകർക്ക് കർശന നിർദ്ദേശം നൽകി. അത്താഴപൂജയ്ക്ക് ശേഷം രാത്രി 8:30 ക്ഷേത്രത്തിലെത്തിയ അദ്ദേഹം സോപാനത്ത് കദളിക്കുലയും നെയ്യും സമർപ്പിച്ച് പ്രാർത്ഥന നിർവഹിച്ചു. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ മുഖ്യമന്ത്രിയെ കാണാൻ വൻ ജനാവലിയാണ് തടിച്ചുകൂടിയത്. ദർശനം കഴിഞ്ഞ് കാര്യാലയ ഗണപതിയെ തൊഴുത് തെക്കേ നടയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഭക്തരെ ക്ഷേത്രത്തിലേക്ക് കടത്തിവിടാൻ കയർ കെട്ടിയിരുന്നു. തനിക്കുവേണ്ടി ഭക്തരെ തടയരുതെന്ന് പ്രത്യേക നിർദ്ദേശം നൽകി വരി കഴിയുന്നതുവരെ മുഖ്യമന്ത്രി കാത്തുനിന്നു. ഭക്തരുടെ സ്നേഹാഭ്യർത്ഥന മാനിച്ച് അവർക്കൊപ്പം ഫോട്ടോയ്ക്കും സെൽഫിക്കും പോസ്റ്റ് ചെയ്യാനും അദ്ദേഹം സമയം കണ്ടെത്തി. കൊച്ചുകുട്ടികളോടൊപ്പം സെൽഫിയെടുത്തും ഭക്തർക്ക് കൈകൊടുത്തും സ്നേഹം പങ്കുവച്ചാണ് അദ്ദേഹം മടങ്ങിയത്. വലിയ ആവേശത്തോടെയാണ് ഭക്തർ മുഖ്യമന്ത്രിയെ വരവേറ്റത്. സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖിന്റെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ നിരവധി പേർ നിവേദനങ്ങളുമായും എത്തിയിരുന്നു. രാത്രി 9 മണിയോടെയാണ് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് അദ്ദേഹം ഗുരുവായൂരിൽ നിന്നും മടങ്ങിയത്. ഗുരുവായൂർ കർണംകോട്ട് റെയിൽവേ ഗേറ്റിന് സമീപം 70-കാരിയെ കൊലപ്പെടുത്തി കിണറ്റിൽ തള്ളിയ നിലയിൽ കണ്ടെത്തി. ചേലക്കര സ്വദേശിനി സന്താനവല്ലിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പെരുമ്പാവൂർ സ്വദേശി സുരേഷ് കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. റെയിൽവേ ഗേറ്റിന് സമീപത്തെ വാടക വീട്ടിലെ കിണറ്റിൽ കഴിഞ്ഞ ദിവസം രാത്രി 11:00-ഓടെയാണ് മൃതദേഹം കണ്ടത്. ഒരാഴ്ചയായി ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. മൃതദേഹത്തിന് ഏകദേശം 3 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. കഴുത്തിൽ കല്ലുകെട്ടി താഴ്ത്തിയ നിലയിലായിരുന്നു മൃതദേഹം. സുരേഷ് കുമാറും സുഹൃത്തും ചേർന്ന് മദ്യപിക്കുന്നതിനിടെ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. തുടർന്ന് സുഹൃത്ത് പോലീസിൽ വിവരം അറിയിച്ചു. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടത്. ബലാത്സംഗ ശ്രമത്തിനിടെയാണ് കൊലപാതകം നടന്നത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വിശദമായ അന്വേഷണത്തിന് ശേഷമേ മരണകാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്ന് പോലീസ് അറിയിച്ചു. പാലയൂർ തീർത്ഥകേന്ദ്രത്തിലെ തർപ്പണ തിരുനാൾ കൂടുതുറക്കൽ ശുശ്രൂഷ ഭക്തി നിർഭരം. ശനി ഞായർ ദിവസങ്ങളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. ജൂലൈ 11 ശനിയാഴ്ച രാവിലെ ദിവ്യബലിക്ക് ശേഷം വീടുകളിലേക്കുള്ള അമ്പ്, വള, ശൂലം എന്നിവയുടെ ആശീർവാദ കർമ്മം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ നിർവഹിച്ചു. തുടർന്ന് രാവിലെ 8 മുതൽ വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ് ആരംഭിച്ചു. വൈകിട്ട് 5:30 മോൺസിഞ്ഞോർ ജോർജ് മനാടന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന, കൂടുതുറക്കൽ ശുശ്രൂഷ എന്നിവ നടന്നു. തുടർന്ന് വർണ്ണമഴയും 1000 കഥന വെടിയും ഉണ്ടായിരുന്നു. രാത്രി 10 മണിക്ക് അമ്പ്, വള, ശൂലം എഴുന്നള്ളിപ്പുകളുടെ സമാപനവും തുടർന്ന് ബാൻഡ് വാദ്യ സംഘവും ഉണ്ടായി. തുടർന്ന് 1000 കഥന വഴിപാടും പെരുന്നാളിനെ മാറ്റിയേകി. ഞായറാഴ്ച ദർപ്പണ തിരുനാളിന്റെ ദിവസം രാവിലെ 6:30 ദിവ്യബലി, 10 മണിക്ക് ആഘോഷമായി തിരുനാൾ കുർബാന എന്നിവ നടത്തി. ഫാദർ വിൽസൺ പിടിയത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഡോക്ടർ റോയ് വടക്കൻ തിരുനാൾ സന്ദേശം നൽകി. തീർത്ഥ കേന്ദ്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് വഴിപാടുകൾ നേരുവാനും നേർച്ചകൂട്ട് പാഴ്സലായി കൊണ്ടുപോകുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു.
ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് തളിയക്കുളത്തിൽ ആഘോഷമായ സമൂഹ മാമോദിസ ഉണ്ടായിരിക്കും. മെൽബൺ രൂപത മുൻ അധ്യക്ഷൻ എമിരറ്റസ് മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 4:30 ദിവ്യബലി, തിരുനാൾ പ്രദക്ഷിണം, തുടർന്ന് വർണ്ണമഴ, മെഗാ ഫ്യൂഷൻ എന്നിവ ഉണ്ടായിരിക്കും. ജൂലൈ 13 രാവിലെ 6:30 മരിച്ചവർക്കു വേണ്ടിയുള്ള ദിവ്യബലി, ഒപ്പീസ് എന്നിവയും നടക്കും. അന്നേ ദിവസം വൈകിട്ട് 7 മണി മുതൽ ആൻഡോ സൗണ്ട് പാലിയൂർ സ്പോൺസർ ചെയ്ത തൃശൂർ വള്ളുവനാട് ബ്രഹ്മ അവതരിപ്പിക്കുന്ന പകലിൽ മറഞ്ഞിരിക്കുന്നൊരാൾ എന്ന നാടകം ഉണ്ടായിരിക്കും. അസിസ്റ്റന്റ് വികാരി ഫാദർ നിതിൻ താഴത്ത്, കൈക്കാരന്മാരായ ഫ്രാൻസിസ് ചൊവ്വലൂർ, സേവ്യർ വാഗയിൽ, ഫ്രാൻസിസ് സിഒ, ഹൈസൺ PA, ജനറൽ കൺവീനർ ഷാജു താണിക്കൽ, സാജൻ EM, MJ ആന്റണി, ലിൻഡോ തോമസ് എന്നിവർ നേതൃത്വം നൽകി. ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ CITU കുന്നംകുളം ഏരിയ സമ്മേളനം TK കൃഷ്ണൻ മന്ദിരത്തിലെ ബാബു M പാലശ്ശേരി നഗറിൽ നടന്നു. കേരള കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. വർദ്ധിച്ചുവരുന്ന ജീവിത ചെലവുകൾ മുൻനിർത്തി കേരളത്തിൽ ഓട്ടോ ടാക്സി ചാർജ് നിരക്കുകൾ എത്രയും പെട്ടെന്ന് വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. PG ജയപ്രകാശ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ MN മുരളീധരൻ സ്വാഗതം പറഞ്ഞു. M ബാലാജി, PM സോമൻ, രാജി മണികണ്ഠൻ, അഡ്വക്കേറ്റ് KG സന്തോഷ്, CK രവി എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിൽ യൂണിയന്റെ പുതിയ ഭാരവാഹികളായി MN മുരളീധരൻ സെക്രട്ടറി, PG ജയപ്രകാശ് പ്രസിഡന്റ്, സുനീഷ് അയനപ്പുള്ളി ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. കേച്ചേരിയിലും വേലൂരിലും പ്രവർത്തിക്കുന്ന പ്രതിഭ കോളേജിന്റെ നേതൃത്വത്തിൽ SSLC+2 CBSE പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. സ്നേഹാദരം 2026 എന്ന തലക്കെട്ടിൽ കേച്ചേരിയിൽ നടന്ന വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങ് മണലൂർ MLA പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ചുണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് അധ്യക്ഷയായി. IIT കാൺപൂർ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് ഫെല്ലോ ഡോക്ടർ PR രാഗേഷ് വിശിഷ്ടാതിഥിയായി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സച്ചിൻ പ്രകാശ്, പഞ്ചായത്ത് അംഗം ഷൈസ്ന ജിംഷാദ്, ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, പാലിയേറ്റീവ് കെയർ ജില്ലാ സെക്രട്ടറി ജിസൻ മാസ്റ്റർ, PTA പ്രതിനിധി അഖില പ്രസാദ് എന്നിവർ സംസാരിച്ചു. പ്രതിഭ കോളേജ് പ്രിൻസിപ്പൽ TA ഡെന്നി മാസ്റ്റർ സ്വാഗതവും സഞ്ജിത് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഗുരുവായൂർ നോർത്ത് യൂണിറ്റ് കൺവെൻഷനും നവാഗത സ്വീകരണവും നടത്തി. തമ്പുരാൻപടി കാരയൂർ ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന കൺവെൻഷന്റെ ഉദ്ഘാടനം KSSPU ജില്ലാ കമ്മിറ്റി അംഗം ആന്റണി ജോസഫും നവാഗത സ്വീകരണം ബ്ലോക്ക് സെക്രട്ടറി KV രാമകൃഷ്ണനും നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് KA വാസു അധ്യക്ഷനായി. SLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ പെൻഷനേഴ്സ് കുടുംബത്തിലെ കുട്ടികളെ അനുമോദിച്ചു. നവാഗതരെ യൂണിറ്റ് സെക്രട്ടറി AG നിമൽകുമാർ പരിചയപ്പെടുത്തി. T ഉണ്ണികൃഷ്ണൻ, V അഷ്റഫ്, T ഗീത, KB മിനി, ത്രേസ്യാമ്മ, ചെറുപുഷ്പം ജോസഫ്, K രമണി എന്നിവർ സംസാരിച്ചു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഗുരുവായൂർ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ വൈജ്ഞാനിക സംഗമവും കിഡ്സ് ടൈം ഒറിഗാമി വർക്ക്ഷോപ്പും നടത്തി. പുന്നേർകുളം ആൽത്തറ സലഫി മസ്ജിദ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ തന്മീയ വൈജ്ഞാനിക സംഗമത്തിന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി സ്വാഗതം പറഞ്ഞു. MDC കൊച്ചി ചീഫ് ഡെന്റൽ സർജൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ ക്ലാസ് എടുത്തു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഗുവാഹത്തി ബാച്ചിലർ ഓഫ് ഡിസൈൻ ആയിഷ നജ്വ സന്നിഹിതയായിരുന്നു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഗുരുവായൂർ മണ്ഡലം പ്രവർത്തകർ നേതൃത്വം നൽകി. മനം കവരുന്ന ബ്രൈഡൽ ജ്വല്ലറി കളക്ഷൻസുമായി സ്വപ്നമുഹൂർത്തത്തിന് ചാരുതയേകാൻ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ചാവക്കാട് ഷോറൂം ബ്രൈഡൽ ജ്വല്ലറി ഷോ സംഘടിപ്പിച്ചു. ജൂലൈ 11 മുതൽ 15 വരെയാണ് ബ്രൈഡൽ ജ്വല്ലറി ഷോ നടത്തുന്നത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആഷിർ ആൻഡ് ഫാമിലിയും 25ഓളം വിവാഹിതരാകാൻ പോകുന്ന ദമ്പതികളും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ പ്രോഡക്റ്റായ നുവ ഡയമണ്ട് ലോഞ്ചിങ്ങും ചടങ്ങിൽ നിർവഹിച്ചു. മലബാർ ഹൌസിംഗ് ചാരിറ്റിയുടെ ഭാഗമായി 2 പേർക്ക് വീടിനായുള്ള ചെക്ക് കൈമാറി. SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. ഷോറൂം ഹെഡ് അനൂപ്, ഡെപ്യൂട്ടി ഷോറൂം ഹെഡ് അബ്ദുൾ റസാഖ്, ഡയറക്ടർ KK അഷ്റഫ്, ഷോറൂം മാനേജർ ശ്യാംജിത്ത്, മാർക്കറ്റിംഗ് മാനേജർ തൗഫീഖ് എന്നിവർ പങ്കെടുത്തു. തമിഴ്നാടൻ കേരള ഡിസൈനുകൾ മുതൽ പൊലിമയേകുന്ന കുണ്ടൻ, പോൾക്കി, ജെംസ്റ്റോൺ, ഡയമണ്ട്, ആന്റിക് തുടങ്ങി പ്രത്യേക തരങ്ങളിലുള്ള ശേഖരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ന്യായമായ പണിക്കൂലിയിൽ മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കാം എന്നതാണ് പ്രത്യേകത.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.